വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു കിഡിലൻ പുഡിംഗ് ആണ്. തേങ്ങാപ്പാൽ വെച്ചിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. പിന്നെ വെറും 5 മിനിറ്റ് മാത്രം മതി ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിൽ ചൈനാഗ്രാസോ ജലറ്റിനോ ഒന്നും തന്നെ ചേർത്തിട്ടില്ല. എന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ടും നല്ല തിക്കായിട്ടും കിട്ടിയിട്ടുമുണ്ട്. പിന്നെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി മെയിനായിട്ട് ഈ ഒരു പുഡിംഗ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. പ്രതീക്ഷിക്കാതെ ഗസ്റ്റൊക്കെ പെട്ടെന്ന് വരുന്ന സമയത്ത് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി പുഡിംഗ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് ആരെങ്കിലും ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ കാണുന്ന ചുവപ്പ് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒപ്പം തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഇനി ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ പെട്ടെന്ന് തന്നെ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മുടെ തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള ഈ ഒരു പുഡിംഗ് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു സോസ് പാന് ഗ്യാസ് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് പാല് ചേർത്ത് കൊടുക്കാം. പാല് സാധാരണ പശുവിൻ പാലാണ്. പാല് ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ മിൽക്ക് മെയ്ഡ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിർബന്ധമൊന്നുമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മിൽക്ക് മെയ്ഡ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മുടെ പുഡിങ്ങിന്. ഇനി ചേർക്കുന്നില്ല എങ്കിൽ അതിനനുസരിച്ചിട്ട് പഞ്ചസാരയുടെ അളവ് കൂട്ടി കൊടുക്കാം. മധുരം നോക്കിയിട്ട് പഞ്ചസാരയുടെ അളവ് ലാസ്റ്റിൽ കൂട്ടി കൊടുക്കാം. ഇനി ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 1/4 കപ്പ് വെള്ളത്തിലോ അല്ലെങ്കിൽ 1/4 കപ്പ് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലിലോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം നേരത്തെ തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുള്ള പാലിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ശേഷം കൈയെടുക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. പുഡിംഗ് നല്ല തിക്കായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നല്ല കട്ടിയുള്ള 1 ഗ്ലാസ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഈ ഒരു പുഡിങ്ങിലേക്ക് വനില എസൻസോ ഏലക്കാപ്പൊടിയോ ഒന്നും തന്നെ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങാപ്പാൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ ആ ഒരു തേങ്ങയുടെ നല്ലൊരു ഫ്ലേവർ നമ്മുടെ പുഡിങ്ങിന് ഉണ്ടാവും. അപ്പോൾ വേറൊരു ഫ്ലേവറിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ കോൺഫ്ലോർ ചേർത്തതിന് ശേഷം കൈയെടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം. കട്ട കെട്ടാനുള്ള അതുപോലെ തന്നെ അടി പിടിക്കാനുള്ളൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മുടെ ഈ കൂട്ട് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് മധുരം പാകമാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയ സമയത്ത് കുറച്ച് മധുരം കുറവുണ്ടായിരുന്നു. അപ്പോൾ 1 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോൺഫ്ലോറൊക്കെ നന്നായിട്ട് കുറുകി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഒരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. കാരണം ഇത് പെട്ടെന്ന് തന്നെ സെറ്റായിട്ട് വരും. അപ്പോൾ ചൂടാറുന്നതിന് മുമ്പ് തന്നെ ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ശേഷം ഒന്ന് ടാപ്പ് ചെയ്ത് മുകൾ ഭാഗം ഒരു സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. ഇനി ഇത് തണുക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അപ്പോൾ തണുപ്പിച്ച് കഴിക്കുമ്പോഴാണ് ഈ ഒരു പുഡിങ് നല്ല ടേസ്റ്റ്. പുഡിങ് സെറ്റായതിന് ശേഷം വേറൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു നട്ട്സ് പൊടിച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കടല വറുത്ത് പൊടിച്ചിട്ട് മുകളിൽ ഇട്ട് കൊടുത്തിട്ടുള്ളതാണ്. പുഡിങ് കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും നല്ല സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ചൈനാഗ്രാസും ജലറ്റിനും ഒന്നും ചേർത്തിട്ടില്ലെങ്കിലും നല്ല കറക്റ്റിൽ വന്നിട്ടുണ്ട്. കട്ട് ചെയ്യാനും പറ്റുന്നുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് എളുപ്പത്തിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പുഡിങ്ങാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക.
ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ടേക്ക് കെയർ. ബൈ ബൈ.